അതിശക്തമായ കാറ്റിലും മഴയിലും അട്ടപ്പാടിയിൽ നാശനഷ്ടം. അതിശക്തമായ കാറ്റിലും മഴയിലും അട്ടപ്പാടിയിൽ വീടിനു മുകളിൽ കവുങ്ങു വീണ് വീട് തകർന്നു. കാരറയിൽ വലിയ താഴത്ത് സണ്ണിയുടെ വീടിനു മുകളിലാണ് കവുങ്ങു വീണത്. വീട്ടുകാർ വീടിന് പുറത്തായിരുന്നതിനാൽ മാത്രം ജീവന് അപായം സംഭവിക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ മഴയിൽ അട്ടപ്പാടിയിൽ റോഡ് ഒലിച്ചുപോകുന്ന സ്ഥിതിയുണ്ടായി. ധോണികുണ്ട് അപ്രോച്ച് റോഡാണ് മഴയിൽ ഒലിച്ചുപോയത്. അട്ടപ്പാടി അഗളി സർക്കാർ ആശുപത്രിയിൽ മരം കടപുഴകി വീണു. ആശുപത്രിക്ക് മുന്നിൽ നിന്നിരുന്ന വൻ വാഗമരമാണ് ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി വീണത്. അപകടത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഷോളയൂരിൽ വീടിനു പുറകിലെ മണ്ണിടിഞ്ഞ് നാശനഷ്ടമുണ്ടായി. മാറനട്ടി വിനോദ് കുമാറിന്റെ വീടിന്റെ പുറകിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഷോളയൂർ വയലൂരിൽ മരം റോഡിലേക്ക് പൊട്ടിവീണു. റോഡരികിൽ നിന്ന വൻമരമാണ് റോഡിന് കുറുകെ പൊട്ടിവീണത്. ഇതോടെ ചിറ്റൂർ ഷോളയൂർ പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. അട്ടപ്പാടി കക്കുപടിയിൽ വീടിനു മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കക്കുപടിയിലെ ഷംസുദ്ദീന്റെ വീടിനു മുകളിലാണ് മരം വീണത്. പരിക്കേറ്റ ഇയാളെ അഗളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അട്ടപ്പാടിയിൽ ഞായറാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം റോഡിലേക്ക് വീണ ഗതാഗത തടസ്സമുണ്ടായി. നെല്ലിപ്പതി ഭാഗത്താണ് മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടത്. അട്ടപ്പാടി പാടവയലിൽ വാഴകൾ നിലംപൊത്തി. കനത്ത കാറ്റിലും മഴയിലുമാണ് നേന്ത്രവാഴകൾ നശിച്ചത്. 600ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. സെന്തിലിന്റെ നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു വീണ് നശിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.